അനൂപ് ചന്ദ്രശേഖറിലേക്കാണ്. അനൂപ്, ഇപ്പോൾ ഗൗതം ഫാത്തിമ തെഹ്ലിയയുടെ കാര്യം പറഞ്ഞു. അതേ ഈ സമസ്തയാണല്ലോ ഈ സ്ത്രീകളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കുന്നതിനെതിരെ അതിഭീകരമായൊരു വിവാദമൊക്കെ സൃഷ്ടിച്ചത് സമസ്തയാണ്. പക്ഷേ ഫാത്തിമ തെഹ്ലിയ വളരെ കൃത്യമായി അന്യായമായ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിച്ച് കയറുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ അപ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ജയന്തി രാജൻ. അവരുടെ പേര് ജയന്തി രാജൻ എന്നാണ്. ഫാത്തിമ തെഹ്ലിയ വിജയിക്കുന്നു, ജയന്തി രാജൻ തോൽക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഈ ചർച്ചയുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മറ്റൊന്ന്, ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ അമ്പലപ്പുഴയിൽ നടന്നത് ജി സുധാകരൻ നൽകിയ മുന്നറിയിപ്പ്. അപ്പോൾ ഇടത് വലത് മുന്നണികൾ വളരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തരാതരത്തിൽ ഉപയോഗിക്കുകയും ഇപ്പോൾ CPM അത് തിരിച്ചടി നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് ഇസ്ലാമിക സംഘടനകളൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആദ്യത്തെ സംഭവമല്ല. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി എന്ന ലോക്സഭാ മണ്ഡലമുണ്ട്. മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ലീഗുകാരനല്ലാത്തൊരു കോണി കയറാത്ത ഒരു സ്ഥാനാർത്ഥി ജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായ സംഭവമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ TK ഹംസ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി മത്സരം. TK ഹംസ പഴയ കോൺഗ്രസ് പഴയ മലപ്പുറം DCC പ്രസിഡന്റാണ്. പിന്നെ ബേപ്പൂരിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചു. 87-91 നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ആദ്യം CPM സഹയാത്രികനായി വിട്ട് പിന്നെ CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയ വ്യക്തിയാണ്. അദ്ദേഹത്തെ 2004 തെരഞ്ഞെടുപ്പിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത്. അതിന് മുമ്പ് മഞ്ചേരിയിൽ ഒരു ഇടതു സ്ഥാനാർത്ഥി 50,000 താഴെ വോട്ടിന് തോൽക്കുന്നത് 96-ലാണ്. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CH ആഷിഖ് അന്ന് 49,000 ചില്ലാൻ വോട്ടിനാണ് അന്ന് തോക്കുന്നത്. അന്ന് പിന്നെ 2004 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കുമ്പോൾ പലരും വിചാരിച്ചു ഒരു 80,000, അന്നത്തെ അക്കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ടെണ്ണുമ്പോഴത്തിന് ഒരു 80,000-90,000 വോട്ടിന് തോക്കുന്ന സ്ഥാനാർത്ഥികളാണ് അത് മഞ്ചേരിയിലും പൊന്നാനിലൊക്കെ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയൊരു അട്ടിമറി വിജയം സ്വന്തമാക്കി. ആ അട്ടിമറി വിജയം സ്വന്തമാക്കിയപ്പോൾ പലരും വിചാരിച്ചു എന്താണ് ഈ അത്ഭുതത്തിന് പിന്നിൽ. പക്ഷെ പിന്നീടാണത് മനസ്സിലാകുന്നത് കാന്തപുരത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അന്ന് TK ഹംസ ജയിച്ചതിന് ശേഷം ആദ്യം പോകുന്നത് കാന്തപുരം ഉസ്താദിനെ കാണാനാണ്. അന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു ചിത്രങ്ങളൊക്കെ അന്നത്തെ മലയാള മനോരമയിലും മാതൃഭൂമി പത്രത്തിലൊക്കെ വന്നു. പക്ഷെ പിന്നീട് പിന്നെ അടുത്തതിന് ശേഷം 2006 സഹായം കിട്ടി. പിന്നീട് ഇടതുപക്ഷം 2 തവണ അധികാരത്തിൽ വന്നു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം സംഘടനകൾക്ക് അതായത് 5 വർഷം ഭരണത്തിൽ നിന്ന് പോയി പിന്നീട് ഒരു 5 വർഷം കൂടി ഭരണം ഇല്ലാതാകുന്നു എന്ന പ്രതീതി വന്നപ്പോൾ ശരിക്കും UDFനെ പിന്തുണയ്ക്കുന്നൊരു കാഴ്ച കൊണ്ട്. കാരണം VD സതീശൻ കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരിക്കുമ്പോൾ VD സതീശൻ എറണാകുളത്ത് നിയമസഭയിലെ മിന്നും താരമാണ്. പക്ഷേ അതേ ഒരു പാൻ കേരള ലീഡറല്ല. ആ VD സതീശനെ ഇന്നത്തെ ഒരു VD സതീശനാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക്, പ്രത്യേകിച്ച് ലീഗിനാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാണെങ്കിലും അതുപോലുള്ള മറ്റേ AP വിഭാഗത്തിനാളൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പം കാന്തപുരം നേരിട്ടല്ലെങ്കിലും മറ്റ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള AP വിഭാഗം ബന്ധപ്പെട്ട സമസ്ത AP വിഭാഗത്തിനൊക്കെ വലിയ റോളുണ്ട്. ഇപ്പം 2 വർഷം മുമ്പ് നടന്ന പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൽ കോൺഗ്രസിന് ആദ്യം വന്ന പേരുകളിലൊന്നായിരുന്നു ഡോക്ടർ P സരിൻ എന്നുള്ള പേര്. ആ സരിന് പകരം രാഹുൽ മാങ്കോട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇടപെട്ടത് അന്ന് ചില മുസ്ലിം സംഘടനകളാണ്. അത് വലിയ ഷാഫി പറമ്പിൽ മാത്രമല്ല ഷാഫി പറമ്പിൽ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ആ രാഹുൽ മാങ്കോട്ടത്തിനെ ഒരു ബ്രാൻഡാക്കി മാറ്റുന്നതിൽ പല മുസ്ലിം സൈബർ പോരാളികൾക്കും വലിയ പങ്കുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ചില മുസ്ലിം സംഘടനകൾ വിത്തും വളവും ഇട്ട് ഇതിനെങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇത് കൂടാതെ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയാണ്. അന്ന് K മുരളീധരനാണ് ഇവിടുന്ന് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി ചെല്ലുന്നത്. വടകരയിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം ഒരുക്കി വടകര റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷന് സ്വീകരണം ഒരുക്കുമ്പം അന്നുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ കളർ കൊടിയേക്കാളും കൂടുതലുണ്ടായിരുന്ന ലീഗിൻ്റെ പച്ചക്കൊടികളാണ്. കാരണം അതിനൊരു കാരണമുണ്ട്. ആ കാലഘട്ടത്തിൽ മുരളീധരൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലിച്ച് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, കുറേ പ്രസ്താവനകൾ ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസം കേരള രാഷ്ട്രത്തിൽ കടന്നുകൂട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമുള്ളൂ ഈ പേരാമ്പ്ര തന്നെ.